തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്ത് 4 പേർ മാത്രമാണ് രാഹുലിനൊപ്പം പത്രിക സമർപ്പിക്കാൻ കലക്ടറേറ്റിൽ പ്രവേശിച്ചത്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് എന്നിവരാണ് കൂടെയുണ്ടായിരുന്നത്. തുടർന്ന് നടന്ന റോഡ് ഷോയിൽ ആയിരങ്ങൾ അണിനിരന്നു. രാഹുലിനും പ്രിയങ്കയ്ക്കും UDF പ്രവർത്തകർ വയനാട്ടിൽ വൻ വരവേൽപ്പാണ് നൽകിയത്. പത്രികാ സമർപ്പണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള റോഡ് ഷോ തുടങ്ങി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10,000 റോഡിന് ഇരുവശത്തും തടിച്ചുകൂടിയിരുന്നു. രാഹുലിന്റെ വരവ് ജില്ലയിലാകെ ആവേശം വിതറിയെന്നു വ്യക്തമാക്കുന്നതായിരുന്നു ജനപങ്കാളിത്തം. സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് രാവിലെ 11ഓടെ രാഹുൽ വയനാട്ടിലെത്തിയത്. കൽപ്പറ്റ SKMJ സ്കൂൾ മൈതാനിയിൽ ഹെലികോപ്റ്ററിലാണ് ഇരുവരും വന്നിറങ്ങിയത്. ബുധനാഴ്ച രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ രാഹുലും സംഘവും കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. തുടർന്ന് ഇന്നു രാവിലെ 10:45ഓടെ കോഴിക്കോട് വിക്രം മൈതാനിൽ നിന്ന് വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. പത്രിക സമർപ്പണത്തിനും റോഡ് ഷോക്കും ശേഷം മണ്ഡലത്തിൻ്റെ ഭാഗമായ നിലമ്പൂരിലേക്ക് തിരിച്ചു. അവിടെ പൊതുസമ്മേളനത്തിനു ശേഷം വൈകിട്ട് മടങ്ങും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഇക്കുറി ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം വയനാട്ടിൽ നിന്നായിരിക്കുമെന്ന് UDF നേതാക്കളും പ്രവർത്തകരും പറയുന്നു. അതേസമയം രാഹുലിൻ്റെ വയനാട് പ്രവേശത്തെ രാഷ്ട്രീയപരമായി ചെറുക്കാൻ സാധിക്കാത്ത ഇടതുമുന്നണി ശരിക്കും വിളറി പിടിച്ചു നിൽക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ്, വടകര, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ മണ്ഡലങ്ങളെ പ്രത്യക്ഷത്തിലും മറ്റു മണ്ഡലങ്ങളെ പരോക്ഷമായും രാഹുലിൻ്റെ സാന്നിധ്യം സ്വാധീനിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു.